ഇവിടെ ഒരു അച്ഛനും മകളും സോംബികൾ നിറഞ്ഞൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റോഡ് മുഴുവൻ സോംബികളായതിനാൽ അതിന് സാധിക്കുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ രണ്ടുപേരും ചേർന്ന് ഒരു സൂത്രം കണ്ടെത്തുന്നു. അവരും സോംബികളെ പോലെ അഭിനയിച്ചുകൊണ്ട് സോംബികൾക്കിടയിൽ കൂടി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവർ അഭിനയിക്കുകയാണെന്ന് സോംബികൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോംബികൾ ഇക്കാര്യം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവർ ഓടുന്ന നേരം സോയ നിലത്തി വീഴുന്നുണ്ട്. അപ്പോൾ സോയയെ അറ്റാക്ക് ചെയ്യാനായി ഒരു വയസ്സൻ സോംബി വരുന്ന നേരം അവളുടെ അച്ഛൻ അവളെ പ്രൊട്ടക്ട് ചെയ്യാനായി ചാടുന്നു. എന്നാൽ ആ ശ്രമത്തിനിടയിൽ അച്ഛന്റെ കയ്യിൽ സോംബിയുടെ കടിയേൽക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ആ വയസ്സായ സ്ത്രീയുടെ വെപ്പുപല്ലായിരുന്നു അത്. അതിനാൽ അവർ ആ വയസ്സായ സോംബിയെ തള്ളിവിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. സോയയോട് അവിടെ ഒളിഞ്ഞിരിക്കാൻ പറഞ്ഞ് ലീ പോയി അവന്റെ കാറും എടുത്ത് വരുന്നുണ്ട്. ഇവിടെയും നിറയെ സോംബികൾ ഉണ്ടായിരുന്നെങ്കിലും ഒരുവിധം അവൻ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് സോയയും കൂട്ടി കാറിൽ പോയി. അങ്ങനെ അവർ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് സോയ പറയുന്നത് ഒരു ചെറിയ പയ്യന്റെ സോംബി തന്നെ വന്ന് കടിച്ചെന്ന്. ഇത് കേട്ട് ലീ ആകെ ഷോക്കാകുന്നുണ്ട്. ആ സമയത്ത് തന്നെ സോയ ചേഞ്ച് ആവാനും തുടങ്ങി. സോയ ലീയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലീ ഒരു വിധത്തിൽ അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അങ്ങനെ ലീ അവളെയും കൂട്ടി അവളുടെ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. അമ്മൂമ്മ സോയ എവിടെയെന്ന് ലീയോട് ചോദിക്കുന്നുണ്ട്. അമ്മൂമ്മ വീട്ടിനകത്ത് ചെന്ന് നോക്കുമ്പോൾ സോയ റൂം മൊത്തത്തിൽ നാശമാക്കിയിട്ടിട്ടുണ്ടാകും. ഇത് കണ്ട് അമ്മൂമ്മക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അമ്മൂമ്മയെ അറ്റാക്ക് ചെയ്യാൻ വന്ന സോയയെ അമ്മൂമ്മ അവിടെ നിന്ന് കിട്ടിയ ഒരു വടി കൊണ്ട് തലക്കും കാലിനുമൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ലീ വന്ന് അവൾ സോംബിയായെന്ന കാര്യം അവന്റെ അമ്മയോട് പറയുന്നത്. അങ്ങനെ അവളെ പിടിച്ചു കെട്ടിയ ശേഷം അമ്മൂമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. പിറ്റേ ദിവസം ലീ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. എന്നാൽ അവിടെ സോംബികളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകണ്ട് അവർ തന്റെ മകളും സോംബിയായി മാറിയതറിഞ്ഞാൽ അവർ കൊല്ലുമെന്ന് കരുതി അവൻ അവിടെ നിന്നും അവളെയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പോഴാണ് വാർത്തയിൽ സോംബിയായി മാറിയവരൊക്കെ കൊല്ലണമെന്ന നിർദ്ദേശം കാണുന്നത്. ലീ തന്റെ മകൾ സോയയെ ഒരു മരത്തിൽ പിടിച്ചുകെട്ടി അവിടെ ഒരു വലിയ കുഴിയെടുക്കുന്നുണ്ട്. അവളെ വേറെ ആരെങ്കിലും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതിന് മുന്നേ ഞാൻ തന്നെ എന്റെ കൈകൊണ്ട് അവളെ കൊല്ലുമെന്ന് അവൻ അവന്റെ അമ്മയോട് പറയുന്നു. അങ്ങനെ ലീ സോയയെ കൊല്ലാനായി ഒരു മൺവെട്ടി ഉയർത്തിപ്പിടിക്കുന്നു. ലീ അവന്റെ മകൾ സോയയെ കൊല്ലുമോ ഇല്ലയോ എന്നറിയാൻ സെക്കൻഡ് പാർട്ടിനായി വെയിറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.